വിശ്വാസത്തോടെ പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 14:14 നോഹ, ദാനിയേൽ, ജോബ്. ആൾക്കാരൊക്കെ മനസ്സിലായല്ലേ? നോഹ പഴയ നിയമത്തിലെ ദൈവപുരുഷന്മാരായിരുന്ന ദീപ്തരായ ആരാണ്? നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേര് അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. നമ്മളെ നീതീകരിക്കുന്നത് ആരാണ്? ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തമാണ്. പ്രവാചകന്മാരും മോശസും അങ്ങനെ ഒത്തിരി പേര് വലിയ മനുഷ്യരുണ്ടായിരുന്നു. അവരൊന്നും കർത്താവല്ലായിരുന്നു. അതാണ് ക്രിസ്തുവിന് പകരമില്ലെന്ന് പറയാൻ കാരണം. അതാണ് നോഹ, എസെക്കിയേൽ 14:14 നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിലും തന്നെയും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അവർ നീതിപൂർവ്വം ജീവിച്ച കാരണം ദൈവം അവരെ രക്ഷപ്പെടുത്തും. പക്ഷെ ആ ജനത രക്ഷപ്പെടത്തില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. അടുത്ത വചനം അതിനേക്കാൾ രസമാണ്. എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ നീതീകരിക്കുന്നത്. അതിന് പകരം ആരും ഇല്ല. ആരുടെ സാക്ഷ്യപ്രവർത്തനങ്ങളും അതിൻ്റെ പകരമാകുന്നില്ല. ഇതുകൊണ്ടാണ് യഹൂദ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം അവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ രക്ഷിക്കപ്പെടാത്ത ജനമായി നിലനിൽക്കും. അവർക്ക് പ്രവാചകന്മാരുണ്ട്, അവരിലാണ് അവർ ആശ്രയിക്കുന്നത്. ശരിക്കും നമ്മൾ ചില സമയത്ത് നീതിയിലെ നിബന്ധനകളിൽ ആശ്രയിക്കും. ഉടമ്പടി പോലെയുള്ള നിബന്ധനകളിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തോന്നും. കാര്യം മാതാപിതാക്കന്മാരെ സ്നേഹിച്ചു, അല്ലേ? രോഗികളെ സന്ദർശിച്ചു, നമ്മൾ ദശാംശം നൽകി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നൽകി ചെയ്തു, ഉപവിപ്രവർത്തനങ്ങൾ ചെയ്തു. അങ്ങനെ നിബന്ധനകൾ. അപ്പം നിബന്ധനകൾ നിറവേറ്റി കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് വലിയ ഉന്നതമായ ദൈവ ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ നിബന്ധനകളല്ല. അപ്പുറത്ത് ഇതെല്ലാം ഒരു കൈച്ചൂണ്ടിയാണ്. എന്തിലേക്കുള്ളത് കൈച്ചൂണ്ടിയാണ്? 4:5-4 ഗലാത്യർ 5:4 എന്താ? നിയമത്തിലാണ്, നിബന്ധനകളിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം സൽപ്രവർത്തികളിലാണ്, അല്ലെങ്കിൽ ഉപവിപ്രവർത്തനങ്ങളിലാണ്, അല്ലെങ്കിൽ ദാനധർമ്മങ്ങളിലാണ് നമ്മൾ ആശ്രയിക്കണതെങ്കിൽ, അതിൽ മാത്രമാണെങ്കിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വിച്ഛേദിക്കപ്പെടും.
എപ്പോഴും വരണത് ഈ ഇൻറ്റിമസി എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധമാണ്. നമ്മുടെ നിബന്ധനകളും അതുപോലെ തന്നെ ഉടമ്പടിയും എല്ലാം ക്രിസ്തുവിനോട് ഉള്ള ബന്ധത്തിൻ്റെ ആഴം, അതിൻ്റെ അതുപോലെ തന്നെ ആ ബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതം അടിസ്ഥാനപരമായി നിന്നോടുള്ള അടുപ്പവും ആത്മബന്ധവും വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം ദൈവമേ, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് അവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ അങ്ങേമാരുടെ ബന്ധത്തെ ദൃഢവൽക്കരിക്കണമേ. അവരെഴുതിയ എല്ലാ നിയോഗങ്ങളുടെ മേലും മധ്യസ്ഥയാകണമേ. ചേർന്ന് പാടാം. വന്ദനം തേ വന്ദനം ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശക്തമായ ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, നമ്മളിലേക്കെതിരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥിരതയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിധേയമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരീക്ഷാഫലം പ്രത്യേകിച്ചിരിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി ഉടമ്പടി നിബന്ധന പ്രകാരം നമ്മൾ നടത്തുന്ന ഉപവിപ്രവർത്തനങ്ങൾ, രോഗികളെ സന്ദർശിക്കുന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു, അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഉപവിപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ, ഈ സൽപ്രവർത്തികളെക്കുറിച്ച് ഇത് ക്വാളിറ്റി ഇൻറ്റിമസിയാണ്. അതായത് ആത്മബന്ധത്തിലേക്ക്, ക്രിസ്തുവിനോടുള്ള ആത്മബന്ധത്തിലേക്കുള്ള വളർച്ചയാണ്. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. കർത്താവ് ഈ മാസം മുഴുവൻ സംസാരിച്ചിട്ടുള്ള ദൈവവചനങ്ങൾ, വെളിപ്പെട്ടിട്ടുള്ള ദൈവവചനങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള ദൈവജനം ഈ കാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ദൈവ അനുഭവ അതിശയ സാക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന കൃപാസനം പത്രം. അതിലെന്താണ്? ദ വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ വചനങ്ങളും പ്രവൃത്തികളുമാണ് ഉള്ളത്. ഈ മാസം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ്. വി ആർ ഗിവിങ് ജീസസ്. നമ്മളെന്താ ചെയ്യണത്? ഉടമ്പടി പ്രകാരം നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക. സുവിശേഷം അറിയാത്തവരെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. അതാണ് കൃപാസനം പത്രത്തെ ദൈവം വാരിക്കോരി അനുഗ്രഹിച്ച കാര്യം. അതാണ് എന്താണ്? അത് വെന്തവചനമാണ്. വെന്തവചനം, അതായത് ഇപ്പം അരി എന്ന് പറയുമ്പോൾ ചോറാണത്, ഇപ്പം കഴിക്കാൻ പറ്റും. ഇതുപോലെ വചനം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ ജീവിത സാഹചര്യത്തിന് അനപേക്ഷണീയമായിട്ട് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ച് നൽകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഭക്ഷ്യമായി മാറും. എല്ലാവരും കഴിക്കാൻ പറ്റും, എല്ലാവർക്കും മനസ്സിലാകും. ആ വചനം എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ ഈ പ്രാർത്ഥന, ഈ പത്രം നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ മക്കളുടെ കുടുംബങ്ങളിലൊക്കെ എല്ലാം കൊണ്ടുപോയി കൊടുത്ത് കഴിയുമ്പോഴേ, ഞങ്ങളെ കൊറോണ വിമുക്തമാക്കി സ്റ്റെറിലൈസ് ചെയ്തിട്ടും അവ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സംഭവം എല്ലാം തരണത്. പ്രാർത്ഥിച്ച് വളരെ
അപ്പം നിങ്ങളതുപോലെ കൃത്യമായിട്ട് അത് ഉപയോഗിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇന്നും ചെയ്യുന്ന ആൾക്കാർ, മുടങ്ങാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉടമ്പടി കൃത്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പുതുക്കി ഒറ്റയും പെട്ടയുമായിട്ടൊക്കെ വന്ന് പുതുക്കിപ്പോയി കൃത്യമായി ഉടമ്പടി കാത്തു പോകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അറിയാൻ വേണ്ടി ഒരു വചനം ഞാനിപ്പോൾ പ്രത്യേകം ഓർപ്പിക്കുകയാണ് നിങ്ങളെ. കാരണം ഈ വചനങ്ങളുടെയും സൽപ്രവർത്തികളുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും എല്ലാം ലക്ഷ്യമെന്താണ്? ഇതെല്ലാം മാർഗമാണ്. നമ്മൾ രോഗികളെ സന്ദർശിക്കുന്ന ഒരു മാർഗമാണ്. നമ്മളെ പ്രേക്ഷിത പ്രവർത്തനം കർത്താവിനെ അറിയിക്കുന്ന രീതിയിൽ സുവിശേഷം നൽകുന്നത് ഒരു മാർഗമാണ്. ലക്ഷ്യമെന്താണ്? ലക്ഷ്യം ക്രിസ്തുവാണ്. ലക്ഷ്യമെന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള ഇൻറ്റിമസിയാണ്. അതാണ് ഹെബ്രായർ 6:10. ഹെബ്രായർ 6:10 വചനം. നിങ്ങളുടെ പ്രവൃത്തികളും ഏറ്റു പറഞ്ഞേ, നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് ദാറ്റ്സ് എ പോയിന്റ്. ശുശ്രൂഷ വഴി നമ്മൾ എന്താ ചെയ്യണത്? തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. ഇപ്പം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും സൽപ്രവൃത്തികളും എല്ലാം എന്താണ്? ബേസിക്കായിട്ട് ആ പ്രവൃത്തി തന്നെ ലക്ഷ്യമില്ല, അത് മാർഗമാണ്. നമ്മൾ ആ പത്രം അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് മറ്റു മക്കൾ കർത്താവിനെ അറിയണമെന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു മനുഷ്യന് വേദന കൊണ്ട് പുളയുകയാണ്, മരുന്ന് കൊടുത്തിട്ട് പോലും വേദനയുണ്ടെങ്കിലും ചില പ്രേക്ഷിതർ ചെന്നിട്ട് ഉടമ്പടിയിൽ ആഴമായ ഉടമ്പടി മിനിസ്ട്രീസ് ഉണ്ട്. അവർക്കറിയാം, അവർ ആ ഉടമ്പടി തൈലമൊക്കെ തൊട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദിമസഭയിൽ എന്നതുപോലെ ആൾക്കാർക്ക് അടയാളവും അനുഭവവും ആശ്വാസവും അനുഭവവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവരങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവർ ചെയ്യണത്? ആ സൽപ്രവൃത്തികൾ അവർ ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? അവരവിടുത്തെ നാമത്തെ, അതാണ് ഹെബ്രായർ 6:10 പറയണത്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതരല്ലല്ലോ ദൈവം. അപ്പൊ ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്താണത്? അവിടുത്തെ നാമത്തോട് കാണിക്കുന്ന സ്നേഹമാണ്. അതാണ് ലക്ഷ്യം അതിൻ്റെ. അവിടുത്തെ നാമത്തോട്. അപ്പം ഇത് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഈ വിഷയം. അത് കോൾ ടു ഇൻറ്റിമസിയാണ്. അവിടുത്തെ ദൈവത്തിൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹമാണ് നമ്മളെ. പക്ഷെ ആ ഒരു ബോധത്തിലാണ് നിങ്ങൾ ഈ സൽപ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കർത്താവുമായിട്ട് ഇൻറ്റിമേറ്റ് ആവും, ക്രിസ്തുവുമായിട്ട് ഇൻറ്റിമേറ്റ് ആവും. ക്രിസ്തുവിൻ്റെ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാധ്യതയാണ് എന്താണ്? കർത്താവിൻ്റെ ആത്മബന്ധം അനുഭവിക്കാനുള്ള ദൈവവിളി. ദൈവമായിട്ട് നമുക്കുള്ളൊരു ബന്ധം, ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു ദൈവമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു ലളിതമായ സാധ്യതയാണ്. നോട്ട് സോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ അല്ല, ഒരു ലളിതമായ സാധ്യത. ഒരു വ്യക്തി കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഉപവിപ്രവർത്തനം ചെയ്യുമ്പോൾ അവൻ്റെ നാമത്തോട് ആ വ്യക്തി ആത്മബന്ധത്തിലാകുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയോട് ആത്മബന്ധത്തിൽ ആയിരിക്കുവാൻ എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ചലിപ്പിക്കണമേ. എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ചലിപ്പിക്കണമേ. പലരും ശ്രദ്ധിക്കേണ്ടത്, അയ്യോ കൊറോണ അല്ലേ, എവിടെ കൊണ്ടേ കൊടുക്കാനാണ്, എന്നാ ചെയ്യാനാണ് എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഇതിനുള്ളിൽ കുറേ കള്ളന്മാരുണ്ട്. ഇപ്പോൾ എന്ത് കള്ളന്മാരാണ്?
എന്ത് കൊറോണ ആയാലും എൻ്റെ കർത്താവിനേക്കാൾ വലുതല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴും തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ വന്നാൽ ക്യാൻസർ രോഗികളാണെന്ന് കണ്ടാൽ ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കും. എന്താ കാര്യം? പക്ഷേ അത് കറക്റ്റായിരിക്കണം, അവർ ഉടമ്പടി എടുത്തവരായിരിക്കണം, അല്ലെങ്കിൽ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ കുടുംബങ്ങളിൽ നിന്ന് വരണമായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഓളോണ സ്ഥലം വന്നാൽ ചില പ്രാർത്ഥനയിലൊന്ന് വരും. കാര്യം എനിക്ക് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കണം വ്യക്തികൾ. അല്ലാതെ ഇരുട്ടുകൊണ്ട് ഊട്ടടക്കാനോ അത്യാഹിതം വന്നപ്പോൾ കർത്താവിനെ ആശ്രയിച്ചു അത് കണ്ടു കഴിയുമ്പോൾ പിന്നെ ദൈവമായിട്ട് ബന്ധമില്ല, മുമ്പത്തേക്കാൾ ലോകത്താനായി ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് സമയം വേസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. ആരും ഒന്നും പരിഭവപ്പെട്ട് കാര്യമില്ല. എൻ്റെ ഒരു ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമാണ്. അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ദൈവസ്നേഹവും അതിൻ്റെ പേരിലുണ്ടാകുന്ന മനുഷ്യസ്നേഹവും ഒക്കെ ഉണ്ട്, അതിനകത്ത് സംശയമില്ല. പക്ഷേ ക്രിസ്തുവിനെ വേണ്ടാത്തവരെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൈമറി കൺസേണിൽ വരുന്നില്ല ഒരിക്കലും. സെക്കൻഡറി ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. എൻ്റെ പ്രൈമറി പ്രാഥമികമായ പരിഗണനയിൽ ക്രിസ്തുവിനെ വേണ്ടാത്തവർ വരുന്നില്ല. അതെന്താ കാര്യം? അത് ശുശ്രൂഷയുടെ ഒരു ആധികാരികതയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃപാസനത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കണം, പരിശുദ്ധ അമ്മ വഴി ക്രിസ്തുവിനെ എന്നെ അമ്മ പരിചയപ്പെടുത്തും, അതോടുകൂടി ഞാൻ ക്രിസ്തുവുമായി ആഴമായ ബന്ധത്തിലാകും. അപ്പം ഇപ്പം മാത്രമല്ല, നിത്യത വരെ അവൻ തന്നെയായിരിക്കും എൻ്റെ കർത്താവ്. തോമസ് ശ്ലീഹായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം വെച്ചാൽ തോമസ് ശ്ലീഹായ്ക്ക് ഈ ഇൻഡിഫറൻസും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇൻറ്റിമസിയും ഫീൽ ചെയ്തിട്ടുണ്ട്. തോമസ് ശ്ലീഹായുടെ ജീവിതമാണ് അപ്പോസ്തലന്മാരിൽ വെച്ച് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അതായത് ഒരേ സമയം തന്നെ തോമസ് ശ്ലീഹാ ഇൻഡിഫറൻസ് അനുഭവിച്ച ആളാണ്. ഇപ്പം നമ്മൾ 20:28 വായിക്കത്തില്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20:28. അതായത് ഈശോ പല പ്രാവശ്യം അവിടെ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ സന്ദർശിക്കാൻ വരുന്നുണ്ട്. എന്ത് ഡിഫറൻ്റായി തോമസിനോട് കാണിക്കുന്നത്? അതായത് എത്രയോ പ്രാവശ്യം സ്തുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശുദ്ധ തോമസ് ശ്ലീഹായിൽ നിറഞ്ഞ അതേ ദൈവാനുഭവം ദൈവസ്നേഹവും കർത്താവേ അങ്ങയോട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാനൊക്കെ പല പ്രാവശ്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ, അതായത് നമുക്കും പോയി അവനോടുകൂടി മരിക്കാവുന്ന ഒരു കാലത്ത് കർത്താവിനോടുള്ള ഇൻറ്റിമസി പ്രഖ്യാപിച്ച ഒരാളാണ്, സ്നേഹം പ്രഖ്യാപിച്ച ആളാണ്. പക്ഷെ പലപ്പോഴും ദൈവം അദ്ദേഹത്തോട് കാണിക്കുന്നത് എന്താണ്? ഇൻഡിഫറൻസാണ്. ഇൻഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഴിവാക്കൽ. മനുഷ്യൻ സഹിക്കാത്തൊരു സാധനമാണ് ഈ ഒഴിവാക്കൽ എന്ന് പറയണത്.